ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് 10 മണിക്കാണ് ഞാൻ ഗീവ് അവേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ളതായിട്ടുള്ള സംഭവങ്ങളെല്ലാം റെഡിയാണ്. ഇതാ സകല പേരും ഇതിനകത്ത് എഴുതി അരിയുടെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുലുക്കിയെടുത്ത് നറുക്കിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം നറുക്കിട്ട് കൂടെ വീഴുന്നവരെ അതെന്തായാലും അറിയിക്കുന്നതായിരിക്കും. അത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഈ 3 സോഷ്യൽ മീഡിയയിൽ കൂടെ ഇട്ട വീഡിയോയ്ക്കാണ് ഞാൻ ഇതേപോലെ ആൾക്കാരുടെ പേര്, എനിക്ക് കിട്ടിയ കമൻറ്റ് രീതിക്കുള്ള ആൾക്കാരുടെ പേര് ഞാൻ എഴുതി തയ്യാറാക്കി. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ സമയം 10 ആയിട്ടില്ല എങ്കിലും നമ്മളിതാ ആൾക്കാരുടെ എല്ലാം പേര് എഴുതി അരിയുടെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കുലുക്കി എടുക്കുന്നത്, അതായത് നമ്മൾ സാധാരണ പണ്ട് കാലത്ത് നറുക്കിട്ടെടുക്കുന്ന പോലുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. ആ 2 പേർക്ക് നമ്മൾ പേഴ്സണൽ മെസ്സേജ് അയക്കും. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് സ്പ്രേ അയച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നറുക്കിടാൻ പോവുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് കൊച്ചുമക്കൾ അങ്ങനെ ആരുമില്ല, മകളുണ്ട്. മകള് വൈഫും കൂടെ ആശുപത്രിയിൽ പോയതിൻ്റെ പേര് ഞാൻ സ്വന്തമായിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇത് കണ്ടോ, പേര് കണ്ടോ, സതീഷ് കുമാർ എന്നാണ്. അപ്പം ഈ വ്യക്തിയെ പേഴ്സണലായിട്ട് വിവരം അറിയിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് മേടിച്ച് ഈ അഡ്രസ്സിലോട്ട് സ്പ്രേ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തെടുക്കാം. അപ്പോൾ ഇനി അടുത്ത ഒന്ന് ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടില്ല, മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തെടുക്കാൻ പോവാണേ. വീണിട്ടുണ്ടേ. സുഹൃത്തുക്കളെ, ആദിൽ. അപ്പോൾ ഈ 2 പേർക്കും ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് അവർക്ക് ഗീവ് ആയിട്ടുള്ള സ്പ്രേ അവരുടെ വീടുകളിൽ അയച്ചു കൊടുക്കുക. ഒന്നിൽ അയച്ചു കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ പേഴ്സണലായിട്ട് വിവരം അറിയിക്കുക, അവരുടെ അഡ്രസ്സ് മേടിച്ച് അവരുടെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഗീവ് അവേയിൽ പങ്കെടുക്കുക. ഇതുപോലുള്ള കമൻറ്റുകളും ലൈക്കുകളും ഷെയറുകളും നടത്തി നിങ്ങൾ തന്നെ അത് വിജയിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത്. ഇനിയും ഞാൻ ഗീവ് അവേയിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഗീവ് അവേയിൽ കൊണ്ടുവന്നായിരിക്കും. ഓക്കെ.